CITU പാലസ്തീൻ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന നരഹത്യക്കെതിരെ CITU പെരിങ്ങോം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാങ്കോൾ ടൗണിൽ K. രാജൻ സ്ക്വയറിൽ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. പരിപാടി CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. ഇതിന്റെ വന്നിട്ടുള്ള കണക്കിൽ പറയുന്നത് ഏകദേശം 8 ലക്ഷത്തോളം മനുഷ്യർ ആ പാലസ്തീനിൽ നിന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് എന്നതാണ്. എങ്ങോട്ടാണ് രക്ഷപ്പെട്ടത് എന്നൊന്നും പറഞ്ഞിട്ടില്ല. 10,000-കണക്കിന് മനുഷ്യരെയാണ്, പ്രത്യേകിച്ച് കുട്ടികളെയാണ് ബോംബ് വർഷിച്ചിട്ട് കൊലപ്പെടുത്തിയത്. ആശുപത്രിയുടെ മുകളിൽ ബോംബിടുന്നു, സ്കൂൾ കെട്ടിടങ്ങളുടെ മുകളിൽ ബോംബിടുന്നു. യാതൊരു മനുഷ്യത്വവും ഇല്ലാത്ത നിലയിലാണ് തുടർച്ചയായിട്ട് ഈ അക്രമങ്ങൾ ഇസ്രയേലിന്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ്. മൂലച്ചേരി നാരായണൻ അധ്യക്ഷത വഹിച്ചു. CITU ഏരിയ പ്രസിഡന്റ് MP ദാമോദരൻ T. നാരായണൻ എന്നിവർ പ്രസംഗിച്ചു. ഐക്യദാർഢ്യ സദസ്സിനു മുന്നോടിയായി പ്രകടനവും നടന്നു. ന്യൂസ് ബ്യൂറോ, പെരിങ്ങോം. ശ്വാസം വലിച്ചുവിട്ടെ. എത്ര വയസ്സ് വരെ പാൽ കൊടുത്തു? 1 വയസ്സ് വരെ. കണ്ടില്ലേ, ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ.